ഹലോ, ഇന്ന് നമുക്കൊരു സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാമേ. ഇതിൻ്റെ സാരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബ്ലൗസ് പീസിനുള്ള പാർട്ട് മാറ്റിയതിന് ശേഷം അത് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സാരി നല്ല അടിപൊളിയൊരു സാരി ആയിട്ട് നല്ലൊരു കളറ്, അങ്ങനെ ഒരുപാടങ്ങ് ഹെവി വർക്കായിട്ട് അങ്ങനെയൊന്നുമില്ല, സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ളൊരു സാരി ആയിരുന്നു കേട്ടോ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്ന് അതിൻ്റെ ബ്ലൗസാണ് കേട്ടോ നമുക്ക് തയ്ക്കാനുണ്ടായിരുന്നത്. ഈ ഒരു സാരി വന്നിട്ട് നമ്മുടെ കസ്റ്റമറിന് ഗിഫ്റ്റ് കിട്ടിയ സാരി കേട്ടോ. കാരണം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മക്കളെല്ലാവരും എടുത്തു കൊടുത്ത സാരി കേട്ടോ. അപ്പോൾ ആ സാരിയുടെ ബ്ലൗസാണ് നമ്മളിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡിമാൻഡായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാക്ക് നെക്ക് ചതുരം മതി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ സാരിയുടെ ബോർഡർ ഒരു ഇഞ്ച് കനത്തിൽ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഡിസൈൻ 1 ഇഞ്ചിൽ നമ്മൾ വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോർഡർ ആയിരുന്നു കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇത്രയും വലുപ്പത്തിലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇഞ്ച് വലുപ്പത്തിലായിരുന്നു നമ്മൾ ബാക്ക് നെക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ലൈനിങ് എല്ലാം അളവെടുത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷമായിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് വെച്ച് കട്ട് ചെയ്യുന്നത്. ആദ്യം ലൈനിങ്ങാണ് കട്ട് ചെയ്യാറ്, അതിന് ശേഷം മാത്രമേ മെയിൻ ക്ലോത്തിൽ എടുത്ത് കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ടുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം സ്ലീവും ഇതിൻ്റെ വെക്കാനുള്ള പടികളും മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിനി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് ആണ് പരിപാടിയുള്ളത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് അങ്ങനെ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് 1-2 പാർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം 1-2 ഓൾട്ടറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. തോളിൻ്റെ അവിടെയും ചെറുതായിട്ടൊന്ന് വണ്ണം പിടിക്കാനും അങ്ങനെ 1-2 ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ പാടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ ചിലപ്പം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ എനിക്ക് വലിയ പാടായിട്ടൊന്നും തോന്നിയില്ല. അല്ലെങ്കിലും ഞാൻ തയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തീർത്തിട്ടേ അവിടെ നിന്ന് എഴുന്നേൽക്കാറുള്ളൂ. പിന്നെ ബാക്കിയൊന്നും ഞാൻ ആലോചിക്കാറില്ല. അത് ഇപ്പോഴെന്നല്ല, പണ്ടും അങ്ങനെ തന്നെ. എന്ത് കാര്യമാണെങ്കിലും ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എഴുന്നേൽക്കത്തുള്ളൂ ഇവിടുന്ന്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നമ്മൾ ഫ്രണ്ടിലും അതായത് റൈറ്റ് സൈഡിലും നമ്മൾ ആ ഒരു ബോർഡറിൻ്റെ ഡിസൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ ആ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.